കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാനൊരു ബ്രാഞ്ച് തുടങ്ങാൻ പോവാ കോട്ടയത്ത്. കോട്ടയത്തോ? അതെ, അച്ഛൻ പോകാറുള്ള പനച്ചിക്കാവ് അമ്പലത്തിന്റെ അടുത്ത് തന്നെ, ഹൈവേ സൈഡിൽ. അത് കഴിഞ്ഞാൽ ഹരിതയ്ക്ക് അങ്ങോട്ട് മാറാം. ആ ഷോറൂമിന്റെ മേൽനോട്ടം മിക്കവാറും ഹരിതയ്ക്ക് തന്നെ ആയിരിക്കും. ഇവിടെ അപ്പോ ഹരിതയുടെ പോസ്റ്റിലേക്ക് രചന വരും. ഇതിനിടയ്ക്ക് ഇവർക്ക് രണ്ടാൾക്കും എല്ലാം പറഞ്ഞു കൊടുക്കണം. കോട്ടയത്ത് എന്നാ ഷോറൂം തുടങ്ങുന്ന? ഉടൻ തന്നെ. ഈ വരുന്ന വിഷുവിന് ഓപ്പൺ ചെയ്യുന്ന വിചാരിക്കുന്നത്. ബിൽഡിംഗ് കിട്ടിക്കഴിഞ്ഞു, ഇനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ആ, ഏതായാലും ചായ നന്നായിട്ടുണ്ട്. അല്ല, ഇയാളവിടെ നിൽക്കുന്നോ അതോ വരുന്നോ? ഹരിതയ്ക്ക് പെട്ടെന്ന് റെഡിയായി പുറപ്പെടണ്ടേ, അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഇന്ന് നേരത്തെ ഇങ്ങ് പോന്നോ? ഇന്ന് കുറച്ച് നേരത്തെ കഴിഞ്ഞു. അല്ല, രണ്ടാമത് എപ്പോഴാ വന്നേ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഹരിത നല്ല ചായ കേട്ടു. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി. എന്താ ഹരിതയുടെ മുഖം വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അതെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അയ്യോ, എനിക്കിപ്പോ വേണ്ട. ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം. അയ്യോ, ഇനി ഇവിടുന്ന് എങ്ങനാ ഒന്ന് പുറത്തിറങ്ങുന്നത്? എന്റെ ഭഗവാനേ. രജനേച്ചി, വാ കഴിക്കാം. ഫുഡ് എടുത്തു വെച്ചു. ആ, കഴിക്കാം. പിന്നെ അത് രാവിലെ എഴുന്നേക്കുമ്പോഴേ എന്നെ കൂടി വിളിക്കാം കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് ജോലി ചെയ്യണ്ടല്ലോ. അതെ, നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളു ഹരിതേ. അപ്പൊ പിന്നെ എനിക്കിതൊന്നും വലിയ ഭാരമല്ല. അല്ല, അവര് വന്ന സ്ഥിതിക്ക് അവർക്ക് കൂടി ഫുഡ് കൊടുത്തിട്ട് വിട്ടാ മതിയായിരുന്നല്ലോ. ചായ കൊടുത്തു, പിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ അവര് നിക്കില്ല. അത് മാത്രമല്ല, നമുക്ക് രണ്ടാൾക്ക് മാത്രമുള്ള ഫുഡല്ലേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ദോശമാവുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് 5-6 ദോശ ചുടാനാണോ പാട്? അവര് ജസ്റ്റ് വീടൊന്ന് കാണാനായിട്ട് വന്നതല്ലേ, അതുകൊണ്ടാ ഞാൻ നിർബന്ധിക്കാത്തെ. അല്ല, ഇനി എന്താ പരിപാടി? ഓ, ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. ആ, ഒരു കാര്യം ചെയ്യാം. എനിക്കൊപ്പം ഷോറൂമിലേക്ക് പോരെ. കുറച്ചു സമയം നമുക്ക് അവിടെ ഇരിക്കാം. ഓ, ഞാൻ ഇന്നിനി വരണോ? അങ്ങോട്ട് പോരുന്നേ, അവിടെ ദീപേച്ചിയൊക്കെ ഉണ്ടല്ലോ. ആ, എന്നാ പിന്നെ നോക്കാം. വാ, നമുക്ക് ആദ്യം എന്തേലും കഴിക്കാം. അച്ഛനെ ഇനി എങ്ങനെയാ ഒന്ന് പുറത്തേക്ക് വിടുന്നേ? ചാരു പറയുന്നത് ശരിയാ. ഏത് നേരം അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അത് അമ്മയ്ക്ക് പോലും നിശ്ചയമുണ്ടോന്ന് അറിയില്ല. രാവിലെ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ പോവാൻ വേണ്ടി ഇരിക്കുക. ഇന്ന് രാവിലെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി കഴിച്ചൊന്ന് വരുത്തുമായിരുന്നു. ഇങ്ങനെ പട്ടിണി കിടന്നാലേ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരും. ഇല്ല, ഇത്തിരി ആഹാരം കഴിച്ചില്ലെന്ന് കരുതി എന്റെ ശരീരത്തിന് ഒരു കേടുപാടും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാ മനസ്സിനേറ്റ ആഘാതമുണ്ട്. അതാണ് പ്രശ്നം.
അതിന് പരിഹാരം കാണാൻ അമ്മയെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. നിങ്ങൾ രണ്ടാളും എനിക്കൊരു ഉമ്മ തന്നേ. പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഒരു പക്ഷേ നിങ്ങൾ എന്നെ കണ്ടെന്ന് വരില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്ന് എല്ലാത്തിനും ഒരു പരിഹാരം കാണണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. ഇനി നിങ്ങൾക്ക് അമ്മ ഇല്ലാതായെന്ന് വരും. എന്റെ ചാരുമോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. കുഴപ്പമില്ല മോളെ. കാർത്തിയെ പോലെ ഒരുത്തൻ മോളെ ആഗ്രഹിച്ചു വന്നല്ലോ. പിന്നെ അത്യാവശ്യം പണവും സ്വർണവും ഒക്കെ ബാങ്കിലുണ്ട്. അതുകൊണ്ട് നിന്റെ കാര്യം നടന്നു പോകും. പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞതാ. നിന്നെ നോക്കേണ്ട ചുമതല പ്രേമനാ. നീ അവനെ എന്തെങ്കിലും ജോലിക്ക് പറഞ്ഞു വിടണം. എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അമ്മ എങ്ങോട്ട് പോകുന്നേ? അതൊക്കെ നിങ്ങള് ഞാൻ വന്നിട്ടറിഞ്ഞാ മതി. രണ്ടാൾക്കും പരാതിയായിരുന്നല്ലോ ഞാൻ ഓരോന്ന് ചിന്തിച്ചിരിക്കായിരുന്നു എന്നും പറഞ്ഞു. എന്താണ് ഞാൻ ചിന്തിച്ചതെന്ന് ഇന്ന് രണ്ടാൾക്കും മനസ്സിലാവും. ജയൻ ഇവിടുന്ന് പോയ ശേഷം അമ്മയുടെ ഉള്ളില് വലിയൊരു ഭാരം ഉണ്ടായിരുന്നു. അതിന്ന് ഞാൻ ഇറക്കി വെക്കാൻ പോവാ. അമ്മ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നാ നല്ലത്. അല്ലെങ്കിൽ ജയിൽ പുള്ളിയുടെ മക്കളെന്ന പേരുദോഷം നിങ്ങൾക്കൊക്കെ തന്ന ഈ അമ്മ ഇനി നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. ചാരു, അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാ? എനിക്കറിയില്ല. എന്തായാലും അമ്മ ഇങ്ങനെ തോറ്റ് ജീവിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അമ്മ പറഞ്ഞ പോലെ ഇനി അമ്മയെ നമുക്ക് കാണാൻ പറ്റാതാവോ? കുറെ ദിവസം കൊണ്ട് നീ അമ്മയിട്ട് കുറ്റപ്പെടുത്തുക. അതൊന്നും വേണ്ടായിരുന്നു. അമ്മ പോയത് ജേട്ടന്റെ അടുത്തേക്കാവാനാ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവിടെ ഒരു യുദ്ധം നടക്കും. ചിലപ്പോ ദീപ എന്ന് പറയുന്നവളെ കൊന്നിട്ടായിരിക്കും അമ്മ മടങ്ങി വരുന്നത്. എന്നാലും കുഴപ്പമില്ല, അവളങ്ങനെ ജേട്ടനോടൊപ്പം സുഖിച്ച് ജീവിക്കണ്ട. അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി. എന്താ? ഒരു മിനിറ്റ്, ആ താക്കോലിങ്ങ് തരുമോ? ഇപ്പൊ വരാം. ദാ, ബാഗ് വെച്ചോ. അച്ഛാ, അച്ഛാ, ഞാൻ പിന്നിലെ വാതിൽ തുറന്നു തരാം. പെട്ടെന്ന് പുറത്തിറങ്ങിക്കോ. വാ വാ. വാ അച്ഛാ, ഇനി ഇങ്ങനെയുള്ള അബദ്ധം ഒന്നും കാണിക്കല്ലേ. വരുമ്പോ വിളിച്ചിട്ട് വരണം. അത് 3:30 തരവാ മോളെ. മോള് പൊയ്ക്കോ, ഞാൻ പൊയ്ക്കോളാം. അച്ഛൻ വന്നിട്ട് ഇത്തിരി ഭക്ഷണം പോലും ഉണ്ടാക്കി തരാൻ പറ്റിയില്ല. ചായ പോലും തരാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല മോളെ. എന്റെ കുഞ്ഞിനെ അച്ഛനൊന്ന് കണ്ടല്ലോ, അത് മതി. ആ മോള് പൊയ്ക്കോ. ആ, അച്ഛൻ പൊയ്ക്കോ, പൊയ്ക്കോ. ശോ.
ദീപയുടെ അച്ഛൻ ചെയ്ത തെറ്റാണ് ഇപ്പൊ അമ്മ ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ അമ്മയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയും സ്വാർത്ഥയായ ഒരമ്മ ഈ ലോകത്ത് കാണില്ല. അമ്മമാരെത്ര സ്വാർത്ഥരായാലും നമുക്കവരെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ ഏട്ടാ. ദീപയുടെ അമ്മയെക്കാളും പാവാണ് അയാൾ. ഹ്. അവിടെ പിന്നെ അമ്മയുടെ വാശിക്ക് കീഴടങ്ങി അയാളെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. വരുമ്പോഴൊന്നും ഏട്ടത്തെ കൂട്ടില്ലല്ലോ അല്ലേ? പരാതി തീർക്കാൻ ദീപയുടെ ഏട്ടത്തെയും അവളുടെ അമ്മയും കൂടി ഈ ഞായറാഴ്ച വരുന്നുണ്ട്. ഞാനും കാണും. രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പോവും. 2 നേരത്തെ ഭക്ഷണം തരേണ്ടി വരും. വൈകുന്നേരത്തെ ചായയും. അതിനൊന്നും ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എത്ര ദിവസം വേണമെങ്കിലും എല്ലാവർക്കും ഇവിടെ നിൽക്കാലോ. വേണമെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കാം. എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ആ അതുപോലെ തന്നെ തിരിച്ചു ആവാം. അവിടെ വന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ ഇവന്റെ ഷോറൂമിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാത്തത്. ദൂരം ഒരു പ്രശ്നമാണല്ലോ. ഏട്ടാ എന്താ അമ്മേ? അമ്മ എന്തായി തപ്പുന്നേ? ശ്ശേ. ഏയ്. അമ്മേ എന്തിനാ അമ്മേ ഇത്? അമ്മേ അമ്മേ അമ്മ ഇത് എന്തിനുള്ള പുറപ്പെടാ? അടുത്തു പോരുത്. നിനക്കൊന്നും ഞാൻ അമ്മയല്ലടാ. എന്റെ മനസ്സിന്ന് പിണ്ടം വെച്ച് പടിയിറക്കി വിട്ട മോനാ നീ. അതുകൊണ്ട് എന്നെ നീ അങ്ങനെ വിളിക്കണ്ട. പക്ഷേ ഇവൻ കാണിച്ച തോന്നിയാസം ഉണ്ടല്ലോ, അതിന് മറുപടി പറയാനാ ഞാൻ വന്നത്. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട്. കാണു നീ, കാണടാ. അമ്മേ 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 മാറ്. അമ്മേ എന്നെ തൊട്ടുപോകരുത്. പ്ലീസ് വിടാ. വേണ്ട അനുസരിക്കമ്മേ. ഇത്രയും ദിവസം ഞാൻ എല്ലാം ഉള്ളിൽ ഒതുക്കിയത് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയായിരുന്നു. അമ്മയ്ക്ക് ചിത കൂട്ടിയ മക്കളാ നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് ഞാൻ കത്തിത്തീരുന്നത് നീയൊക്കെ കാണണം. കർമ്മങ്ങളൊന്നും വേണ്ട, മാവ് വെട്ടണ്ട, വിറകിട്ട് മൂടണ്ട. ആ പൈസയും കൂടെ ലാഭം. ഇവളും കൂടെ കാണട്ടടാ ഞാൻ നിന്ന് കത്തുന്നത്.
വേണ്ട അമ്മേ, അമ്മേ വേണ്ട. ഇല്ലടാ, ഇനി ഞാൻ മരിക്കാതിരിക്കണമെങ്കിൽ, നിന്റെ അമ്മ കത്തിത്തീരുന്നത് കാണാതിരിക്കണമെങ്കിൽ ഇവളെ കളഞ്ഞിട്ട് നീ എനിക്കൊപ്പം വരണം. അതിന് പറ്റൂടാ നിനക്ക്? ആ, ഇല്ലാന്നറിയാം. അങ്ങനെ തോറ്റ് ഞാൻ ജീവിക്കില്ലടാ. അതിലും നല്ലത് മരണമാണെന്ന് അറിയാവുന്നതുകൊണ്ടാ അതിന് തയ്യാറായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നീ ജീവിച്ചോ ഇവൾക്കൊപ്പം? അമ്മ എന്ന തടസ്സമില്ലാതെ എത്ര കാലം വേണമെങ്കിലും ജീവിച്ചോ. പക്ഷെ നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എന്റെ പച്ച മാംസത്തിന് തീ പടരുന്നത് നീ കാണണം. അയ്യോ അമ്മേ വേണ്ട അമ്മേ, അമ്മേ, അമ്മേ വേണ്ട. മിണ്ടിപ്പോവരുത്, കൊടുങ്കട്ടടാ ഞാൻ. അമ്മേ വേണ്ട അമ്മേ. വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. ഇവിടുന്ന് ഞാൻ പോയിക്കോളാം. നീ പോയാ പോരാ, ഇവൻ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരണം. ലാലേട്ടാ, ലാലേട്ടാ പോയിക്കോ, അമ്മയുടെ കൂടെ പോയിക്കോ. എന്നെ പറ്റി ആലോചിക്കണ്ട. ഞാൻ കാരണം അമ്മ കത്തി തീർന്ന് കാണേണ്ടി വന്ന പിന്നെ ഒരിക്കലും ഞാൻ ലാലേട്ടനോടൊപ്പം ജീവിക്കില്ല. പോയിക്കോ, പോകാനാ പറഞ്ഞ. അവന് വരാൻ മനസ്സില്ല. വേണ്ടടാ, ഇവളെ മനസ്സിലിട്ടോണ്ട് നീ എനിക്കൊപ്പം ജീവിക്കണ്ട. നീ കാണടാ. ലാലേട്ടാ പോകാനാ പറഞ്ഞ. ശരി, ഞാൻ വരാം, ഞാൻ വരാം അമ്മേ. ഇനി നിനക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നോ? ഇത് ഭീഷണിയൊന്നുമല്ല, നിന്നെ കൊണ്ടുപോകാനുള്ള അടവുമല്ല. തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ വന്നത്. എന്റെ പെൺമക്കളോട് ഇനി നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയെ കാണില്ല എന്ന് പറഞ്ഞിട്ടാടാ വന്നത്. കൈ കാണിക്കടാ, കാണിക്കടാ. നടി, നിന്റേതായിട്ടുള്ള ഒന്നും ഇനി ഇവന് വേണ്ട. നീ അന്തസ്സുള്ളവളാണെങ്കിൽ ആ താലി അഴിച്ചു കൊടുക്കടി. ഇനിയിപ്പൊ ഇത് കഴുത്തി കിടന്നാലും അത് അറുത്തു മാറ്റിയതുപോലെയാ. എനിക്കൊപ്പം ഇവൻ വന്നു കഴിഞ്ഞ പിന്നെ ഒരിക്കലും നീ ഇവനും തമ്മിൽ കാണാൻ പോകുന്നില്ല. നീ കാണില്ല ഇനി ഇവനെ. ഞാനൊന്ന് കൈയും മുഖവും കഴുകി വരുന്ന സമയം അതിനുള്ളിൽ നീ ഈ പടി കടന്ന് എവിടെയാണെന്ന് വെച്ചാ പോയിക്കോ. ഇനി അമ്മയെ ദേഷ്യപ്പെടുത്തണ്ട. അമ്മയ്ക്ക് തോൽവി ഇഷ്ടപ്പെടാത്ത മനസ്സാ, അത് നിനക്കും എനിക്കറിയാം. അതുകൊണ്ട് തൽക്കാലം ഞാൻ ദീപയ്ക്ക് പറയുന്നത് കേൾക്കുന്നേ. അത് മതി ലാലേട്ടാ. ഒരു കാര്യം എനിക്ക് ഉറപ്പ്, അമ്മയുടെ മരണശേഷം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാടാ ഇന്ന് ഞാൻ ചോദിച്ചത് അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന്. പൂജയെ അവളുടെ അമ്മയൊക്കെ പറഞ്ഞതാ, ഒരു കാരണവശാൽ അത് ചെയ്യരുതെന്ന്. ക്രിമിനൽ സ്വഭാവമുള്ളത് അച്ഛനായാലും അമ്മയായാലും അവർ കിടക്കേണ്ടത് ജയിലില്ല. മക്കൾ അത്ര സ്വാർത്ഥരാണെന്ന് പറഞ്ഞാലും അത് ഞാൻ എവിടെയും പറയും. ജനിപ്പിച്ചിട്ടും മക്കളുടെ കഴുത്തറക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ അമ്മയെന്ന്. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ലാലേട്ടാ, വീട്ടിലേക്ക് പോവാ. ദീപേ, എനിക്ക് വിഷമമൊന്നുമില്ല. എടാ, ഇത്രയും കാലം ലാലേട്ടനോടൊപ്പം ജീവിക്കാൻ പറ്റിയല്ലോ. ഈ താലി അഴിച്ചു തരേണ്ടി വന്നില്ലല്ലോ.
എനിക്കത് മതി.